കഴിഞ്ഞ ഒരു 10-20 വർഷത്തോളമായി നമ്മളേറെ പ്രചോദിപ്പിച്ചൊരു റെസ്ലറാണ് ജോൺ സിന. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 90s ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജോൺ സിന ഒരു ലെജൻഡറി ഐക്കൺ തന്നെയാണ്. ഒരു 2005-2006 ആ കാലഘട്ടത്തിലൊക്കെ WWE കാണാൻ തുടങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ജോൺ സിന എന്ന് പറയുന്നത് ഒരു ഫേവറേറ്റ് റെസ്ലർ തന്നെയായിരിക്കും. നമുക്കറിയാം 2002 ശേഷമാണ് WWE റൂത്ത്ലെസ് അഗ്രഷൻ എറ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ റൂത്ത്ലെസ് അഗ്രഷൻ എറ നമുക്ക് ഒരുപാട് സൂപ്പർ സ്റ്റാറുകളെ സമ്മാനിച്ചിട്ടുണ്ട്. ബാറ്റിസ്റ്റ, എഡ്ജ്, റാൻഡി ഓർട്ടൻ, പിന്നെ ജോൺ സിന, ഒരുപാട് റെസ്ലേഴ്സിനെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ഇടയിൽ ജോൺ സിന വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു റെസ്ലറാണ്. ജോൺ സിനയുടെ ആ എൻട്രൻസ് മ്യൂസിക്കും മൈ ടൈം ഈസ് നൗ എന്ന എൻട്രൻസ് മ്യൂസിക്കും അതുപോലെ മുഖത്തിങ്ങനെ കൈവീശിക്കൊണ്ട് പറയുന്ന യു ക്യാൻ സീ മീ എന്ന ക്യാച്ച് ഫ്രേസൊക്കെ പുള്ളിക്കാരനെ യുണീക്ക് ആക്കുന്ന കുറച്ച് ഘടകങ്ങളാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആളാണ് ഫാൻസിൻ്റെ ഇടയിൽ ജോൺ സിന. WWE ജോൺ സിന അരങ്ങേറുന്നത് 2002 കാലഘട്ടത്തിലാണ്. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഡെബ്യൂ മാച്ച് തന്നെ കർട്ട് ആംഗിളിനോടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് ആ മാച്ചിൽ പുള്ളി കാഴ്ചവെച്ചത്. പിന്നീട് നമ്മൾ ജോൺ സിനയുടെ കരിയറിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ വളരെ നല്ല മൊമെൻറ്റ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ കരിയറിൽ ആദ്യത്തെ US ടൈറ്റിൽ വിൻ ചെയ്ത ആ മത്സരം റെസ്ൽമാനിയയിൽ ബിഗ് ഷോയ്ക്കെതിരെ മത്സരിച്ച് ാണ് ആദ്യമായിട്ട് ജോൺ സിന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആകുന്നത്. പിന്നീട് 2005 മറ്റൊരു ഓപ്പർച്യൂണിറ്റി പുള്ളിക്ക് ലഭിക്കുന്നത്. 2005 JBLനെതിരെ മത്സരിച്ച് JBLനെ പരാജയപ്പെടുത്തി ഫസ്റ്റ് WWE വേൾഡ് ടൈറ്റിൽ പുള്ളിക്കാരെ സ്വന്തമാക്കുന്നുണ്ട്. അങ്ങനെ ജോൺ സിന WWE തലപ്പത്ത് കയറി വന്ന് കമ്പനിയുടെ ഫേസ് ആയിട്ട് മാറുകയാണ്. റൂത്ത്ലെസ് അഗ്രഷൻ എറയുടെ മെയിൻ പ്ലെയറായിട്ട് മാറുകയാണ് ചെയ്തത്. ജോൺ സിന നമുക്കറിയാം കഴിഞ്ഞ ദിവസം റെസ്ൽമാനിയയിൽ കോഡി റോഡ്സിനെ പരാജയപ്പെടുത്തിയിട്ട് പുള്ളിക്കാരൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് 17th ടൈറ്റിൽ നേടി നമുക്കറിയാം. പക്ഷേ പുള്ളിയുടെ ആ ഫസ്റ്റ് ടൈറ്റിൽ JBLനെതിരെ റെസ്ൽമാനിയ ആ ഫസ്റ്റ് മാച്ചായിരുന്നു. അവിടെ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. JBLനെതിരെ ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിന് ശേഷം തൊട്ടടുത്ത റോല് ജോൺ സിന ഒരു യുണീക്ക് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ WWE ചാമ്പ്യൻഷിപ്പ് ബെൽറ്റിൻ്റെ ആ മോഡലൊക്കെ മാറ്റി പുള്ളിക്കാരൻ്റെതായ രീതിയിലൊരു സാധനം കൊണ്ടുവന്നു. മറ്റൊന്നുമല്ല, WWE ഐക്കണിക് സ്പിന്നർ ബെൽറ്റാണ്. അത് ജോൺ സിനയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ വളരെയേറെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബെൽറ്റാണ്. അത് ജോൺ സിന മാത്രമല്ല, ആ ഒരു ബെൽറ്റിൽ നമ്മൾ മറ്റ് സൂപ്പർ സ്റ്റാറുകളെ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. റാൻഡി ഓർട്ടൻ ആയിക്കോട്ടെ, എഡ്ജ് ആയിക്കോട്ടെ, CM Punk ആയിക്കോട്ടെ, വളരെ യുണീക്കായിട്ടൊരു ഡിസൈൻ ആയിരുന്നു. ഏകദേശം 2013 വരെ WWE ആ ബെൽറ്റായിരുന്നു WWE വേൾഡ് ടൈറ്റിലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അത് മാറ്റി വളരെ യുണീക്കായിട്ടുള്ളൊരു ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് തന്നെ ആയിരുന്നു. അതുപോലെ ജോൺസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഐക്കോണിക് ആയിട്ടുള്ള പല മാച്ചുകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ് 2012 എക്സ്ട്രീം റൂൾസിൽ ബ്രോക്ക് ലെസ്നറിനോട് മത്സരിച്ച് ജയിച്ചൊരു മാച്ചുണ്ട്. ഒരു കിടിലം മാച്ചായിരുന്നു. അതുപോലെ CM Punk ആയിട്ടുള്ള സ്റ്റോറി ലൈന്, അതുപോലെ നെക്സസ് എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു മുമ്പ് 2010 കാലഘട്ടത്തിൽ. ആ ഒരു ടീമിനെതിരെ പോരാടുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അതുപോലെ റോക്കുമായിട്ട് റെസ്ൽമാനിയയിലെ ആ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം മാച്ച്. അങ്ങനെ ഒരുപാട് യുണീക്കായിട്ടുള്ള, പിന്നെ റാൻഡി ഓർട്ടനുമായിട്ടുള്ള പല വട്ടം ജോൺ സിന അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയിട്ടുണ്ട്. വളരെ ഫേവറേറ്റ് മൊമെൻറ്റ്സ് ആയിരുന്നു അതൊക്കെ. ഇപ്പോൾ ജോൺ സിന എന്ന റെസ്ലറിൻ്റെ ഒരു റെസ്ലിംഗ് കരിയറിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത മൊമെൻറ്റ്സുകളായിരുന്നു അതൊക്കെ. ജോൺ സിന WWE കരിയറിന് പുറമെ ഫിലിമിലും അത്യാവശ്യം കുറച്ച് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട്. ഹോളിവുഡിൽ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് മൂവി എനിക്ക് തോന്നുന്നു മെറൈൻ എന്ന് പറഞ്ഞ പേരിൽ ഇറങ്ങിയൊരു മൂവിയുണ്ട്. പിന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ അവസാന പാർട്ടിലൊക്കെ പുള്ളിക്കാരൻ ഭാഗമായിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തത്. പിന്നീട് DC കോമിക്സിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, പേസ് മേക്കർ. അതൊരു സീരീസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റോള് ജോൺ സിനാണ്. അതൊരു കിടിലൻ സീരീസാണ്. നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അടിപൊളി സീരീസാണ്, കണ്ടു നോക്കുക. അങ്ങനെ ഈ ഫിലിം ഇൻഡസ്ട്രീൻ്റെ ഭാഗമായിട്ട് ജോൺ സിന ഒരു 2017 കാലഘട്ടത്തിന് ശേഷമൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പാർട്ട് ടൈം റെസ്ലറായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് 2018-19 ആ കാലഘട്ടങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ജോൺ സിന ഒരു മിഡ് കാർഡ് മാച്ചൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്കമിങ് സൂപ്പർ സ്റ്റാറുകൾക്ക് അവസരം കൊടുക്കുന്ന രീതിയിൽ പുള്ളിക്കാരൻ അങ്ങനെയൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ റെസ്ൽമാനിയ മാച്ചിൽ കോഡിയെ പരാജയപ്പെടുത്തി ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഈ വട്ടം ജോൺ സിന നമ്മൾ പതിവായിട്ട് കാണുന്നത് പുള്ളിക്കാരൻ എല്ലാ സ്റ്റോറി ലൈനിലും ഫേസ് റെസ്ലറായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു 2005 ശേഷമൊക്കെ നോക്കുകയാണെങ്കിൽ ജോൺ സിന ഇതുവരെ ഒരു ഹീൽ ക്യാരക്ടർ ചെയ്തിട്ടില്ല. പക്ഷേ കോഡിയായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനിൽ പുള്ളിക്കാരൻ ഒരു ഹീൽ റെസ്ലറാണ്. അപ്പോൾ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരനെ ഹീലായിട്ട് കാണാൻ എന്തോ പോലെയാണ്. കാരണം പല സമയങ്ങളിലായി ജോൺ സിന കഷ്ടപ്പെട്ട് ഹീൽ റെസ്ലറായിട്ട് അഭിനയിക്കുന്ന പോലെയൊക്കെ തോന്നി. പ്രത്യേകിച്ച് ക്രൗഡിനെതിരെയൊക്കെ പറയുന്ന ആ ഒരു പ്രോമോ സമയത്തൊക്കെ. പിന്നെ ശരിക്കും എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ജോൺ സിന അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അതായത് ഹീൽ റെസ്ലർ ആയതുകൊണ്ട് തന്നെ കോഡിക്കെതിരെ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു അറ്റാക്ക് നടന്നിരുന്നു. ഒരു എപ്പിസോഡിലാണെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ അതൊരു വളരെ ഷോക്കിംഗ് ഇൻസിഡൻ്റ് ആയിരുന്നു. ഒരു ജോൺസിന ഫാൻ എന്ന നിലയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൈഡ്, ജോൺസിൻ്റെ ഒരു സൈഡ് കാണുന്നത് തന്നെ. എന്തൊക്കെ തന്നെയായാലും ഹി ഡിസേർവ്ഡ് ദാറ്റ് വിൻ അഗെയിൻസ്റ്റ് കോഡി റോഡ്സ്. ഒരുപാട് നാളുകളായി നമ്മൾ കാത്തിരിക്കുന്നൊരു കാര്യമാണ്. 17 ടൈറ്റിൽ നേടിയിട്ടുണ്ട്. ഇപ്പോൾ റാൻഡി ഓർട്ടൺ, ട്രിപ്പിൾ എച്ച്, റിക് ഫ്ലെയർ 16 ടൈം നേടിയിട്ടുണ്ട്. റാൻഡി ഓർട്ടന് 14 ടൈം, ട്രിപ്പിൾ എച്ച് ഒക്കെ പിറകിലുണ്ട്. ഇനി ഈ റെക്കോർഡ് കടത്താനാകെ ഒരു ചാൻസ് ഉള്ളത് റാൻഡി ഓർട്ടൺ മാത്രമാണ്. ജോൺസിനെ ഹീലായിട്ട് വന്നതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസും ഉണ്ട്. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ജോൺസിനെ ആസ് എ റെസ്ലർ എങ്ങനെ ഹീലായിട്ട് ഇപ്പോൾ പോകുന്നത് കൊണ്ട് നിങ്ങളെ അഭിപ്രായം എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് എന്നൊക്കെ നിങ്ങൾ പറയാം. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ WWE കാണുന്ന നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അതുപോലെ മറ്റ് ഫാൻസുകാർക്കിടയിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്.